സൂര്യകാന്തി പാടങ്ങൾ കാണാൻ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തെങ്കാശിയിൽ കാണാൻ പറ്റുന്ന 7 അടിപൊളി സ്ഥലങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. രാവിലെ തന്നെ തെങ്കാശിയിലേക്ക് എത്താൻ ശ്രമിക്കുക. എന്നിട്ട് ആദ്യം പോകേണ്ടത് മേക്കര എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമത്തിലേക്കാണ്. ഇവിടെ എത്തി ഈ ഗ്രാമഭംഗിയെല്ലാം ആസ്വദിച്ച ശേഷം നമ്മൾക്ക് അതിനടുത്ത് തന്നെയുള്ള അടവിനൈനാർ ഡാമിലേക്ക് പോകാം. ഡാം ഇപ്പോൾ മഴ സമയമാണ്. വളരെ മനോഹരമായിട്ട് അവിടുന്ന് വെള്ളമെല്ലാം ഓവർഫ്ലോ ആവുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളെല്ലാം കണ്ട ശേഷം നമുക്ക് തിരുമലൈക്കോവിലേക്ക് പോകാൻ സാധിക്കും. ഏകദേശം 1 മണിക്കൂറോളം തിരുമലൈക്കോവിൽ ചിലവഴിച്ച ശേഷം നമ്മൾക്ക് നേരെ കുറ്റാലത്തേക്ക് പോകാം. കുറ്റാലം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അവിടുന്ന് നേരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കും. ഏകദേശം ഒരു ഉച്ച സമയത്തോടു കൂടിയായിരിക്കും നമ്മളിവിടേക്ക് എത്തിച്ചേരുന്നത്. ഈ സമയത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം കാണില്ല. പുറത്തുനിന്ന് ക്ഷേത്രത്തിൻ്റെ ഭംഗിയും അതിലുള്ള ശില്പകലയും എല്ലാം ആസ്വദിച്ച് നേരെ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോകാം. സുന്ദരപാണ്ഡ്യപുരത്തെത്തി അവിടുത്തെ കാഴ്ചകൾ മതിയാവോളം ആസ്വദിച്ച് പൂക്കൾക്കിടയിൽ നിന്ന് ഫോട്ടോയും എല്ലാം എടുത്ത ശേഷം നമ്മൾക്ക് അന്യൻപാറയിലേക്ക് പോകാം. അന്യൻപാറയിലേക്ക് എത്തുമ്പോഴത്തേക്കും സമയം ഏകദേശം വൈകുന്നേരമായിട്ടുണ്ടാകും. അസ്തമയ ദൃശ്യങ്ങളും വൈകുന്നേരത്തെ കാറ്റുമെല്ലാം അന്യൻപാറയിൽ നിന്നും ആസ്വദിച്ച ശേഷം തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും പരിഗണിക്കുക.